എന്തൊരു വിചിത്രമല്ലേ. ഇന്നലെ രാത്രി വെല്ലു വിളിച്ച എല്ലാവരെയും നീ ഒറ്റ പ്രസംഗത്തിൽ ഇങ്ങനെ ഉറക്കിക്കളഞ്ഞു. എന്നിട്ട് നീയോ നിനക്കതിനെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ള ഭാവത്തില് എന്റെ മടി കിടന്ന് ഉറങ്ങുന്നു. ദേഷ്യപ്പെടുന്നു, വഴക്കിടുന്നു, കളിയാക്കുന്നു ഒക്കെ ഇതെല്ലാം സാധാരണയാണ്. പക്ഷെ ഒന്നും അറിയാത്ത പോലെ അതിനെപ്പറ്റി അടുത്ത നിമിഷം തന്നെ എല്ലാം മറക്കുന്നത് നല്ലൊരു ക്വാളിറ്റിയാ. അതും നിനക്കുണ്ടമ്മോ. ഐ ആം റിയലി ലക്കി. ഇനി മുതൽ എല്ലാ ദിവസവും നിന്റെ മുഖം കണ്ട് ഉണരണമെന്നാ എന്റെ ആഗ്രഹം. എന്ത് സുഖമായിട്ടാ ഞാൻ ഉറങ്ങിയെന്നറിയോ? എവിടെയാണെന്നോ എന്താണെന്നോ അറിയാതെ സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങിപ്പോയി. എന്തൊരു പൊട്ടിയ ഞാൻ. നീ പൊട്ടിപ്പെണ്ണാവാൻ ഒരു ചാൻസും ഇല്ല. നീ അങ്ങനെ പറഞ്ഞ് എല്ലാവരും ഉറക്കിയില്ലായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി മുഴുവൻ ഇങ്ങനെ മടി കിടന്ന് ഉറങ്ങാൻ പറ്റുമായിരുന്നു. ശരി, ഒന്ന് വാ എന്റെ കൂടെ. എനിക്കൊരു കാര്യം പറയണം. എവിടേക്കാ? പുറത്തെവിടേക്കെങ്കിലും. പക്ഷെ എന്തായാലും ഇവിടെ വെച്ച് വേണ്ട. ശരി, നീ പോയിക്കോ, ഞാനൊരു 5 മിനിറ്റിൽ വരാം. എന്താ, നിനക്ക് വല്ല ജോലിയുണ്ടോ? ജോലിയൊന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്നാ ആരെങ്കിലും ഉണർന്നിരിക്കുവാണെങ്കിൽ എന്നെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ. കഴുതക്കുട്ടി റൗഡി ബേബിക്ക് ഇത്രയും പേടിയോ? 4 പെൺകുട്ടികളുള്ള ഒരു വീട്ടില് അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് കാണും. അതുമാത്രല്ല, ഓരോരോ സമയത്തിനും കാര്യത്തിനും അനുസരിച്ച് റൂൾസ് മാറിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാ? അയ്യോ, അതൊക്കെ വലിയൊരു സിലബസ് ആണ്. അങ്ങനെ പെട്ടെന്നൊന്നും അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. നീ ഈ വീട്ടിലെ മരുമകനാവുമ്പോ നിനക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാവും. എന്തോ ആവോ, എനിക്ക് നിന്റെ കെമിസ്ട്രി മനസ്സിലാവുന്നില്ല. പറഞ്ഞ പോലെ ഞാൻ കൊമേഴ്സ് സ്റ്റുഡന്റാ. കെമിസ്ട്രിയില് ഞാൻ കുറച്ച് വീക്കാ. നീ ഉറങ്ങിക്കോ മോളെ, എഴുന്നേക്കാൻ സമയമായിട്ടില്ല. മുത്തശ്ശി, ചെറുപ്പത്തിലെ നിങ്ങളെ എന്നെയും ചേട്ടന്മാരെ നോക്കിയിരുന്നത് അമ്മയെ പോലെ തന്നെയല്ലേ? ഇപ്പൊ എന്തിനാ മോളെ ഇങ്ങനെ പറയുന്നേ? അറിയില്ല മുത്തശ്ശി, ആ വിശ്വാസത്തിൽ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ സത്യം പറയോ? ഉറപ്പായിട്ടും പറയാം. അതെന്താണെന്ന് ചോദിക്ക്. വിക്കി ചേട്ടന്റെ കാര്യത്തിൽ ഞാൻ വല്ലാതെ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അവന്റെ കുടുംബജീവിതം എങ്ങനെ നശിച്ചു പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല മുത്തശ്ശി. എല്ലാ കാര്യവും നന്നായിട്ടിരിക്കുമ്പോ അവൻ ഒരുത്ത മാത്രം എന്താ ഇങ്ങനെ? അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവര് രണ്ടുപേരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ആരത് ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്ന തോന്നുന്നുണ്ടോ മുത്തശ്ശിക്ക്? അയ്യോ എന്റെ പൊട്ടി, ഇത്ര ചെറിയ കാര്യത്തിനാണോ നീ ഇത്ര വലിയ ടെൻഷൻ എടുക്കുന്നത്? ഇതൊന്നും അത്ര ചെറിയ കാര്യമല്ല മുത്തശ്ശി. ഞങ്ങൾ എല്ലാവരെയും മുമ്പ് വേദാന്ത ചേട്ടന്റെയും അമൂല്യയുടെയും ജോഡി നല്ലതാണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെ ഒടുക്ക അമ്മ തന്നെ അവനെ ലവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ വായിൽ നിന്ന് അവർ രണ്ടുപേരും ഒന്നാകുമെന്ന് എനിക്ക് കേൾക്കണോന്ന്. നിന്റെ ആഗ്രഹം അതാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് എന്താണ് തോന്നുന്നത് അതാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ട് ശരിയാവും മോളെ. അവളെ എണീക്കാൻ പോവാ. അത്രയ്ക്കൊന്നും സീനില്ല. ഇപ്പൊ പതുക്കെ വീണ്ടും കോട്ടുവായൊക്കെ ഇട്ട് അവൾ എങ്ങനെ ഉറങ്ങാൻ പോകുന്നേ നോക്ക്. ഇതെങ്ങനെ നീ കറക്റ്റ് ആയിട്ട് പറഞ്ഞേ? അവളുടെ കാര്യം എന്നോട് ആരെങ്കിലും പറയണം? അവൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ. അവൾ കിടന്നുറങ്ങിയത് കട്ടിലില്. ഇപ്പൊ നോക്ക് ഇവളെവിടെ കിടന്നുറങ്ങുന്നേന്ന്. ഈ മരക്കഴുത ഒരു രാത്രി കൊണ്ട് ഈ റൂം മുഴുവനായിട്ട് 10 സ്ഥലത്തെങ്കിലും മാറി മാറി കിടക്കും. വീട്ടിൽ എല്ലാരെക്കാളും മടിച്ചേ ഇവള്. അങ്ങനെ പെട്ടെന്ന് ഉണരാൻ ഒരു ചാൻസും ഇല്ല. ശരി, നീ വേം വാ. നീ വിളിച്ചാ വരാതിരിക്കാൻ പറ്റുമോ കള്ളച്ചെറുക്ക? ഭൂമി പിളർന്ന് മുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി വേൾഡ് എൻഡ് ആവുന്ന കണ്ടീഷനിലാണെങ്കിലും ചെറിയൊരു ഗ്യാപ്പെങ്കിലും കിട്ടിക്കഴിഞ്ഞാ ഞാൻ നിന്റെ അടുത്തേക്ക് ഓടി വന്നോണ്ടിരിക്കും. ലവ് യുടെ കള്ളച്ചെറുക്ക. ഒരു കുടുംബമൊക്കെ ആയ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ പ്രശ്നം ആരതി കാശെടുത്തു എന്നതിന്റെ പേരിലല്ല. വിക്കിക്ക് ആരതിയുടെ മാറ്റം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. നമ്മൾ രണ്ടുപേരും തമ്മിൽ ശരിക്കും മനസ്സിലാക്കാതെ
വേഗം കല്യാണം കഴിച്ചു എന്നുള്ള ഒരു ടെൻഷൻ അവനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അത്ര പെട്ടെന്ന് തീരുന്ന പ്രശ്നമൊന്നും അല്ല മുത്തശ്ശി. നിന്റെ ചേട്ടന് ചിലപ്പോ കുറച്ച് ബുദ്ധി കുറവുണ്ടായിരിക്കും. പക്ഷേ ആരതി ഒരു വീടിനെ തകർക്കുന്നവളേ അല്ല. അവള് കാണാൻ വളരെ പാവമാണെന്ന് തോന്നിയാലും നല്ല ധൈര്യമുള്ള പെൺകുട്ടിയാണ്. തന്റെ കുടുംബജീവിതം സംരക്ഷിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ പെൺകുട്ടികൾ തയ്യാറാവും. ഇവൻ എന്ത് തന്നെ ചെയ്താലും അവൾ അതൊക്കെ കടത്തിവെട്ടി ജയിച്ചു വരും. നീ നോക്കിക്കോ. അങ്ങനെയാണോ? ആരതിയെ കൊണ്ട് ഇതൊക്കെ സാധിക്കൂ? ആരതിയെ കൊണ്ട് മാത്രം ഇതൊക്കെ സാധിക്കുള്ളൂ. അവളുടെ കുടുംബസ്നേഹം വളരെ സ്ട്രോങ് ആണ്. കുടുംബ ബന്ധങ്ങളെ അഹങ്കാരം നശിപ്പിച്ചു കളയും. പക്ഷെ ആരതിക്ക് കുറച്ചുപോലും ആ അഹങ്കാരമില്ല. അവൾ ഒരിക്കലും ഇവനെ വിട്ടുകൊടുക്കുകയില്ല. ഇവൻ അവളെ വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അവള് സ്നേഹിക്കും. നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇപ്പോഴാ എനിക്ക് കുറച്ച് സമാധാനമായത് മുത്തശ്ശി. ഈ കാര്യം എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ ഒന്നും ആലോചിക്കണ്ട, സമാധാനമായിട്ടിരിക്കുക. ദൈവം ഉണ്ടല്ലോ, ഒന്നും പേടിക്കണ്ട. കിടന്നു. ഇത്രയും നേരത്തെ വിക്രാന്ത് ഓൺലൈനിലോ? ഓൺലൈനിൽ ഇരിക്കുന്നതല്ല കാര്യം. ഇത്രയും നേരത്തെ എണീറ്റതാ എന്റെ അത്ഭുതം. ഈ ചെക്കൻ എന്തിനാ ഇത്രയും നേരത്തെ എണീച്ചേ? ഈ ചേട്ടനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കുന്നേ? ഇനി ആ കാര്യത്തെ കുറിച്ച് അറിഞ്ഞു കാണോ? ഹലോ, എണീച്ചോ വിക്രാന്ത്? ഇന്നലെ എല്ലാവരും നിന്നെ നന്നായി മിസ് ചെയ്തുടാ. ഞാൻ ഫോൺ നോക്കിയപ്പോ നിന്നെ ഓൺലൈനിൽ കണ്ടപ്പോ വിളിച്ചതാ. എന്താ ഇത്ര നേരത്തെ എണീറ്റേ? ഓ, ചടങ്ങിന് വരാൻ വേണ്ടിയിട്ടാണോ? ഇല്ല ചേട്ടാ, ഞാൻ ഈ ചേട്ടൻ തന്ന വർക്ക് തീർത്തോണ്ടിരിക്കുക. ഇന്ന് മൊത്തം തീർത്തോളാം. കമോൺ വിക്രാന്ത്, നീ വർക്കിനോട് ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്ന എനിക്ക് സന്തോഷം തന്നെയാ. ആൻഡ് വർക്കിന്റെ കൂടെ എപ്പോഴും ഈ ഡെഡിക്കേഷനും വേണം. എന്നാലും നീ എപ്പോഴും എന്റെ കൂടെ ഇരിക്കുന്ന എനിക്കിഷ്ടം. ബട്ട് ഐ എം ഹാപ്പി. എന്റെ അനിയൻ എന്തായാലും ഇത്രയും റെസ്പോൺസിബിൾ ആയി കഴിഞ്ഞല്ലോ. എന്നുവെച്ച് ഫാമിലിയെ ഇഗ്നോർ ചെയ്യാനും പാടില്ല. എപ്പോഴും ഫാമിലി ആയിരിക്കണം ഫസ്റ്റ്. ആ ചേട്ടാ, എനിക്കറിയാം. ഗുഡ്. ഇവിടെ എല്ലാവരും നിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുവാടാ. ആരതിയും നിന്നെ നന്നായി മിസ് ചെയ്യുന്നുണ്ടാവും വിക്കി. എന്താടാ സൈലന്റ് ആയേ? ഒന്നുമില്ല ചേട്ടാ. വർക്കിന്റെ കാര്യം മാത്രമാണോ അതോ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഇല്ല ചേട്ടാ, അങ്ങനെ ഒന്നുമില്ല. ശരി, സീ യു ലേറ്റർ. ബൈ. എന്താ വരെ ഇത്രയും സമയം എടുത്തത്? മേക്കപ്പ് ഇട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ടാവൂല്ലേ? ഞാനേ നാച്ചുറൽ ബ്യൂട്ടിയാ. എനിക്ക് മേക്കപ്പിന്റെ ഒരു ആവശ്യമില്ല. അല്ല, ഇനി മുതൽ ഞാൻ എന്തിനാണാവോ ഇനി മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യം? ഇനി മുതൽ ചെയ്യണമെന്ന് വെച്ചാ? ഇത്രയും ദിവസം ഞാൻ സിംഗിൾ ആയിരുന്നല്ലോ. എന്നാ ഇപ്പൊ ഞാൻ എൻഗേജ്ഡാ, കമ്മിറ്റഡ്. ഇനി ഞാൻ ആരെയും ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓൾറെഡി ഒരു സുന്ദരൻ കള്ളച്ചെറുക്കന് എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. സോ ഇനി മേക്കപ്പിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിന്നെ ഇഷ്ടപ്പെടുന്നവരെ നിന്നെ എങ്ങനെ കണ്ടാലും കുഴപ്പമില്ലെന്നാണോ? പിന്നല്ലാണ്ട് അവനെന്റെ മേക്കപ്പ് കണ്ടാണോ ഇഷ്ടപ്പെടുന്നത്? എന്റെ ആത്മാവ് കണ്ട അവൻ എന്നെ ഇഷ്ടപ്പെട്ടത്. ആത്മാവൊന്നും ആരും കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ പ്രേതം എന്നാ വിളിക്കുക. ഐ ആം ജസ്റ്റ് കിഡിങ്. ഒരു തമാശ പറഞ്ഞത്. എനിക്ക് നിന്റെ മനസ്സാണ് ഏറ്റവും ഇഷ്ടം. ആൻഡ് യു ഹാവ് എ വെരി ഗുഡ് സോൾ. നീയാണ് എന്റെ ഹൃദയത്തിലെ ആത്മസഖി. എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറഞ്ഞേ. അതെന്തിനാ? ആ പറഞ്ഞ വാക്ക് കേൾക്കാൻ വല്ലാത്തൊരു സുഖമുണ്ട്. പ്ലീസ്. ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ പറയാ, നീ തന്നെയാണ് എന്റെ ആത്മസഖി.
ഇവൾ ഇന്നലെ അവിടെയാണല്ലോ കിടന്നത്. ഇവിടെ എപ്പോ വന്നു? ഉറക്കത്തി എണീറ്റ് കിടക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാ കാണുന്നേ. അല്ല, ഇവക്ക് എന്റെ തോള് തന്നെ വേണമായിരുന്നു. ഇത് തലവേദനയായല്ലോ. ഞങ്ങളെ ആരെങ്കിലും ഇങ്ങനെ കണ്ട, ആരെങ്കിലും എന്തിനാ, ഈ സുമേഷ് കണ്ടാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. ഹേയ് ഹേയ് ഹേയ്. ഏയ്, നിങ്ങളാണോ വിളിച്ചത്? ഞാൻ സ്വപ്നത്തിലേതോ ബ്രഹ്മരാക്ഷസം വിളിച്ചു എന്നാ കരുതിയത്. സമാധാനോ, എണീറ്റല്ലോ. ഞാൻ അങ്ങനെ ഉറങ്ങിയ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? നീ നിന്റെ ബെഡില് കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം ഉറങ്ങിയാലും എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പോ നിന്റെ തല എന്റെ തോളിലായിരുന്നു. ഇതെങ്ങാനും ആരെങ്കിലും കണ്ട എന്തു വിചാരിക്കും? അയ്യോ, അത്രേ ഉള്ളൂ. അതിനൊന്നും ആരും ഷോക്ക് ആവൊന്നുമില്ല. അതൊക്കെ വിട്. കാണുമ്പോ ഞാനും നിങ്ങളും ജോഡിയാണെന്ന് വിചാരിക്കുകയുള്ളൂ. എന്താ പറഞ്ഞ? ഒന്നുമില്ല, അത്ര തന്നെ. ഒരു മിനിറ്റ്. അല്ല, എന്താ ഇപ്പൊ ഇത്ര അർജന്റ്? ഇനിയും കുറച്ചു നേരം കൂടി ഇങ്ങനെ ഇരിക്കായിരുന്നല്ലോ. അതൊന്നും നടക്കില്ല. നിങ്ങൾ എന്താ ലൂസാണോ? അത് നിനക്കാ. എന്റെ അലാറം അടിച്ചോണ്ടാ ഞാൻ എണീറ്റത്. ഞാൻ അലാറം വെക്കുന്നത് പഠിക്കാൻ വേണ്ടിയാ. നീയാണെങ്കി 3 അക്ഷരം പോലും പഠിക്കുന്നില്ല. അതുപോലെയാണ് ഞാനെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ 1000 കാര്യങ്ങൾ ചിന്തിക്കും. അത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവോ? എന്ന് വെച്ചാ നിങ്ങൾ ഒരുതരം കണ്ണ് കെട്ടിയ കുതിരയെ പോലെയാണ്. നിങ്ങളുടെ ചുറ്റും എന്താ നടക്കുന്നതെന്ന് കാണാൻ പോലും പറ്റില്ല. നിങ്ങളായി നിങ്ങളുടെ വഴിയായി എന്നെ വെറുതെ വിട്ടേക്ക്. ലൈഫിൽ ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കണം നമ്മുടെ ഫോക്കസ്. കോൺസെൻട്രേഷൻ മുഴുവനും ആ ലക്ഷ്യത്തിന് മേലെ ആയിരിക്കണം. ഡിസ്ട്രാക്ട് ചെയ്യാൻ കുറെ പേരുണ്ടാവും, പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. അല്ലടോ, ഈ സമയത്ത് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് ബോറടിക്കുന്നില്ലേ? അല്ല, ഞാൻ ക്ലാസ്സിലെ തന്നെ ഫിലോസഫി കേൾക്കില്ല. അങ്ങനെയുള്ളപ്പോഴാണോ നീ എന്റെ അടുത്ത് വന്ന് ഈ ലെവലിലൊക്കെ സംസാരിച്ച ചെവി എന്റെ പൊട്ടിപ്പോവും. നീ തുടങ്ങി വെച്ചപ്പോ ഞാൻ പറഞ്ഞു, അത്ര തന്നെ. ഇല്ലെങ്കിൽ ഞാനിതിന് ഇങ്ങനെ പറയാം. ഞാൻ വേറെ എന്തോ അല്ലേ ചോദിച്ചേ, അതിന് നിങ്ങൾ മറുപടി പറഞ്ഞല്ലോ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, വിട്ടേക്ക്. താമര ഇലയിലെ വെള്ളം പോലെയാ നിങ്ങള്. ഒരിക്കലും ഇലയിൽ ഒട്ടില്ല. മനസ്സിലായില്ല? മനസ്സിലാകത്തില്ല. അതും സത്യോ. നിങ്ങൾ ഈ ഭൂമിയിൽ ആർക്കും മനസ്സിലാവാത്ത ഒരു വിചിത്ര ഇനം പ്രാണിയാണ്. ദൈവം എന്തായാലും നിങ്ങളെ രക്ഷിക്കട്ടെ. എന്നെ രക്ഷിച്ചതേ നിങ്ങളാ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നെ. മുന്നോട്ട് എന്താന്ന് ആ ദൈവത്തിനെ അറിയൂ. പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ മുതുക്കി പറഞ്ഞതുപോലെ ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെയാണല്ലോ. കാട്ടുപോത്തു. ഏയ്, കുറച്ച് നീങ്ങിടുന്നേടി ഡൈനോസർ. ഡൈനോസറോ? ഞാൻ ഏതെങ്കിലും ജുറാസിക് പാർക്കിലാണോ ഉള്ളത്? അയ്യോ, ഹെലികോപ്റ്റർ കിട്ടി, ഹെലികോപ്റ്റർ കിട്ടി. നീ എന്താ ഈ ചെയ്യുന്നതിന്റെ ഷർട്ടൊക്കെ കറക്റ്റ് ആയിട്ടല്ലേ ഉള്ളത്? എന്തൊരു വിധിയാ. ഇവനോടെല്ലാം വാ തുറന്ന് തന്നെ പറയണം തോന്നുന്നു. ഇതൊന്നും നോക്കി ഇവനെന്താ പ്രശ്നം? ശരി, നമുക്ക് പോയാലോ? ശരി, പോവാം. വേറെ ആരും കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് മറച്ചു വെച്ചിരിക്കുന്ന ബ്രേസ്ലെറ്റ് ഇവനെ കാണിക്കാൻ വേണ്ടിയാ കൊണ്ടുവന്നെ. പക്ഷെ ഇവനത് ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല. എങ്ങനെ ശ്രദ്ധിക്കാനാ? ഇവൻ വലിയ കോടീശ്വരനല്ലേ. ഇവൻ എത്ര സ്നേഹത്തോടെയാണോ ഞങ്ങളുടെ 2 പേരുടെയും പേര് ഷോർട്ട് ചെയ്ത് റെഡിയാക്കിയത്, അത്ര സ്നേഹത്തോടെ തന്നെ ഞാൻ ഇത് ഇട്ടോണ്ട് വന്നതും. തന്നതിന് ശേഷം ഞാൻ എന്തിനാ നോക്കണേന്നുള്ള പോലെ കെയർ ചെയ്യുന്നത് പോലും ഇല്ലല്ലോ. എന്തൊരു ദുഷ്ടന.